ഹലോ, നേരം 6:30 മണിയായി. ഇപ്പോഴാണ് ഓർത്തത് മാവേലിക്കര വരെ അതിൽ അത്യാവശ്യത്തിന് പോകണമെന്നുള്ളത് കേട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു അത്യാവശ്യമായ കേസായിരുന്നു. അങ്ങനെ സിനോണം കടയടച്ചിട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. 6:45 കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വീട്ടിലിറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോഴേ അറിയാം തിരിച്ച് വരാൻ ഇത്തിരി താമസിക്കുമെന്ന്. അപ്പോഴത്തേക്ക് അങ്ങ് ഇരുട്ടി കേട്ടോ. എന്തായാലും മാവേലിക്കര വരെ 2 വീലറിൽ ചെല്ലണ്ടേ. മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിലാണ് ഞങ്ങൾ പോയത്. എന്തിനാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാനൊരു അടിപൊളി ടോപ്പ് അവിടെ കണ്ടിരുന്നു. അപ്പോൾ അത് ഡിസ്പ്ലേയിലിട്ട ടോപ്പാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ പോയപ്പോൾ കണ്ടതാണ്. പക്ഷെ അപ്പോൾ എനിക്ക് ഇറങ്ങി എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ വേറെ ടോപ്പാണ് എനിക്ക് കിട്ടിയത്. ഡിസ്പ്ലേ ഇടുന്നത് അവിടെ അപ്പം തന്നെ പോകുമെന്നാണ് പറഞ്ഞത് അവർ. അടിപൊളി സെലക്ഷൻസാണ്. ഇഷ്ടത്തിന് ചുരിദാറുകളുണ്ട്. എല്ലാം നല്ല സൂപ്പർ സെലക്ഷൻസ് കേട്ടോ. അപ്പോൾ വലിയ വിലയുമില്ല. ഞാൻ എടുത്ത ടോപ്പിനെന്ന് വെച്ചാൽ ഒരെണ്ണം 700 സംതിങ്ങും ഒരെണ്ണം 500 സംതിങ് രൂപയെങ്ങാണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. വളരെ നല്ല ടോപ്പായിരുന്നു. ഒന്നിൻ്റെ ആ നേവി ബ്ലൂവിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ എംബ്രോയ്ഡറി വർക്കും ഒക്കെ ഉണ്ട്. ഒരെണ്ണം ഗോൾഡൻ സ്റ്റോൺ വെച്ചതായിരുന്നു കേട്ടോ. രണ്ടും അടിപൊളിയായിരുന്നു. ഇനിയും കടയുടെ പേര് പറയാം, ഫ്ലവേഴ്സ് എന്നാണ്. മിച്ചൽ ജംഗ്ഷനിലുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ആണിത്. ഇവിടെ അടിപൊളി സെലക്ഷൻസ് ആണ്. എല്ലാ സാധനങ്ങൾക്കും അടിപൊളി വിലയാണ്. വലിയ വിലയൊന്നുമില്ല ആവശ്യത്തിന്. അവിടുന്ന് ഞങ്ങൾ ഓടിക്കറങ്ങി വന്നിട്ട് ബായിയുടെ കടയിൽ കയറി. നമ്മുടെ ചേപ്പാട്ട് ബായിയുടെ കടയാണ്. ഇവിടുത്തെ ചപ്പാത്തി ഫേമസ് ആണ് കേട്ടോ. വായി റെഡിയാക്കി തരും. വേഗം ചപ്പാത്തി റെഡിയാക്കി തരും. ഞങ്ങളൊരു 15 ചപ്പാത്തിക്കാണ് പറഞ്ഞത്. അത് പറയാൻ കാരണമുണ്ട്. ഇന്ന് ഞങ്ങൾ അമ്മയുടെ അടുത്തായിരുന്നു ഫുഡ് കഴിച്ചത്. അവിടെ 2 വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിരുന്നുകാർക്ക് അത് അനിയണ്ണന് ബിന്ദുവൊക്കെ ആയിരുന്നു. ആ വിരുന്നുകാർക്ക് അമ്മ വിരുന്ന് കൊടുക്കാൻ നേരം ഞങ്ങളെ കൂടി വിളിച്ചു. അപ്പോൾ പെണ്ണും ചെറുക്കനും ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളും ഇരുന്നു കേട്ടോ. പരിപ്പ്, പപ്പടം, അവിയൽ, മോര്, ചിക്കൻ കറി, ചപ്പാത്തി, ഓമയ്ക്കത്തോരൻ, മങ്കടക്കറി, ഇതെല്ലാമായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അണ്ണൻ ഇവിടെ ഓരോന്ന് മങ്കടയ്ക്കകത്തിട്ട് കുത്തി കളിക്കുക കേട്ടോ, സ്പൂണിട്ട്. ഏതാണ്ടൊക്കെ കമൻറ്റ് പറയുന്നുണ്ട്. കഴിക്കാനായിട്ടിരിക്കാൻ നേരത്തേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് രണ്ടും കൂടെ. 2 പേരും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്ദുമോൾക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു ചമ്മലും ചിരിയൊക്കെ വന്നു. എന്തായാലും ബിന്ദുമോളും ആദ്യമൊക്കെ വീഡിയോയ്ക്ക് ഇരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പിടിച്ചവിടെ ഇരുത്തിയാണ്. ഇത് എൻ്റെ ഫുഡാണ് കേട്ടോ, ഞാൻ എടുത്ത് വെച്ചതാണ് കഴിക്കാനായിട്ട്. പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നിങ്ങൾ പറയും ഫുഡിൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റാൽ ദോഷമാണെന്ന്. പിന്നെ അമ്മയെ കൂടെ പിടിച്ചിരുത്തി അനിയനെ വിളമ്പി കൊടുക്കുക കേട്ടോ. അമ്മ പിന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം കഴിച്ച് എല്ലാവരുടെയും വയറ് നിറഞ്ഞതിന് ശേഷം അമ്മ കഴിക്കാറ് പതിവുള്ളൂ. പക്ഷെ ഇന്ന് അണ്ണൻ അങ്ങ് നിർബന്ധിച്ചപ്പോഴത്തേക്ക് അമ്മ കൂടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി രാത്രിയിലെ ഫുഡ് അവിടെ നിന്ന് ഇരുന്ന് കഴിച്ചു. അപ്പോൾ കറികളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് വയറങ്ങ് നിറഞ്ഞു കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ബായിയുടെ കടയിലെ ചപ്പാത്തിയാണ് ഫേമസ്. നിങ്ങൾ പോയി വാങ്ങിച്ച് നോക്കണം. നമ്മുടെ ചേപ്പാട് ജംഗ്ഷനിലാണ് ബായിയുടെ കട. ഇന്നത്തെ താരം നമ്മുടെ ചപ്പാത്തിയാണ് ബായിയുടെ കേട്ടോ. അടിപൊളിയാണേ.